നിങ്ങളുടെ ഫേസിൽ ഒത്തിരി നാളായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് മാറാത്ത പോലത്തെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ എങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന റെമഡി ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യും കേട്ടോ. ഇത് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്നോട് ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കാണ്ട് എന്താണ് ഡാർക്ക് സ്പോട്ട്സ് കുറഞ്ഞല്ലോ, എന്താണ് സ്കിൻ കെയർ എന്ന്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു തരാൻ പോകുന്നത് 2 എക്സ്ഫോളിയേറ്റിംഗ് പീലാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള. ഈ അണ്ടർ റേറ്ററിൻ്റെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇട്ടപ്പോൾ എനിക്ക് ഇത്ര കൂടി വർക്ക് ചെയ്യണ പോലെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അതായത് നിങ്ങളിപ്പോൾ നയസിനിമയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. പീലാണ്, അതുകൊണ്ട് നമ്മളുടെ ഫേസ് ആണ് നമ്മളുടെ ഫേസിൽ എന്തിട്ടുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. ഞാൻ കാണിച്ചെന്ന് വെച്ചിട്ട് പോലെ നിങ്ങളത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നില്ലെങ്കിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിൽ ഇടുന്ന സ്കിൻ കെയർ വളരെ കുറച്ച് മാത്രം മതി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിറംസ് വളരെ കുറച്ച് എടുക്കുക. എന്നിട്ട് ഞാൻ ഇടുന്ന കണ്ടോ മൂക്കിൻ്റെ ആ പാടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കറക്റ്റ് പാടിൻ്റെ മേലെ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മൂക്കിൻ്റെ മേലെ ഒരു വര എന്തൊക്കെ ചെയ്തിട്ട് മാറണില്ല എന്ന്? ഞാൻ ഈ റീസെൻ്റ് ആയിട്ടോ കണ്ടുപിടിച്ചത്. അത് വരാനുള്ള മെയിൻ റീസൺ നമ്മൾ മൂക്ക് മേലോട്ട് റബ്ബ് ചെയ്യണോണ്ടാണ്. ഞാനതിങ്ങനെ മനഃപൂർവ്വം റബ്ബ് ചെയ്യാണ്ട് ഇങ്ങനെ കൈ പിടിച്ച് വെച്ചപ്പോഴേക്കും കുറഞ്ഞു നല്ലോണം. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. എന്നിട്ട് ആ ബോട്ടിൽ പറഞ്ഞിട്ടുള്ള അത്രയും നേരം വയ്ക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ മാത്രമായിട്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് അടുപ്പിച്ച് എല്ലാ ദിവസങ്ങളിലും ചെയ്യരുത്. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ് കുറഞ്ഞ് കഴിയുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാൻ വേണം. ഫുൾ ഫേസിൽ നിങ്ങൾ ഇടരുത് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ.